അത് CPM-ൻ്റെ കാര്യമാണത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും പുതിയ ആൾ വരണം, അതായത് പിണറായി അംഗങ്ങൾ തന്നെ പറഞ്ഞു. എന്തായാലും പറഞ്ഞു സന്തോഷ് കുമാർ MP. ഇല്ലില്ല, ആരാണോ പ്രതിപക്ഷ നേതാവാകേണ്ടത് അത് തീരുമാനിക്കാനുള്ള അവകാശം മുഖ്യ പാർട്ടിക്കാണ്. ആ മുഖ്യ പാർട്ടി CPM ആണ്. അതുകൊണ്ട് CPM ആരെ തീരുമാനിക്കുന്നുവോ ആ ആളായിരിക്കും പ്രതിപക്ഷ നേതാവ്. പക്ഷേ CPIക്ക് നിർബന്ധമായിട്ടൊരു അഭിപ്രായമുണ്ട്, ഉപനേതാവ് സ്ഥാനം CPIക്ക് വേണം. അത് CPI ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് കിട്ടുകയും ചെയ്യും. അതിനൊരു സാങ്കേതിക തടസ്സങ്ങളുണ്ടാകാൻ പോകുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ അത് മറികടക്കാൻ കഴിയും LDF-ന് പണ്ടുണ്ടായിട്ടുണ്ട്. തടസ്സങ്ങളൊന്നും അല്ല, പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള വഴിയിൽ ഒന്നിച്ചു പോകണം. ഇടത് നയത്തിൽ നിന്നുണ്ടായിട്ടുള്ള കാര്യമായ വ്യതിയാനം, പ്രത്യേകിച്ച് PMC അടക്കമുള്ള കാര്യങ്ങളിലുണ്ടായ കാര്യമായ വ്യതിയാനമാണ് പ്രധാനമായിട്ട് തിരിച്ചടിയായത്. അത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് തന്നെ കാരണമായിട്ടുള്ള തിരിച്ചടിക്ക് കാരണമായത് എന്നാണ് പ്രകാശ് ബാബു അടക്കമുള്ള നേതാക്കൾ പറയുന്നത്. അത് വേണ്ട സമയത്ത് ഇടപെട്ട് തിരുത്തിക്കാൻ CPIക്ക് പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കേരളത്തിലറിയാം, PMCയിലേക്ക് LDF ഗവൺമെൻറ് പോയിട്ടില്ല. പോകാനുള്ളൊരു നീക്കമുണ്ടായിരുന്നു. ആ നീക്കത്തെ LDF കൂട്ടായി കണ്ടെത്തി തിരുത്തി. ആ തിരുത്തിച്ചതിൽ CPIക്ക് പങ്കുണ്ട്. ആ പങ്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല LDF-ൻ്റെ ഏറ്റവും മുഖ്യമായ അടിത്തറ എന്ന് പറയുന്നത് ഇടതുപക്ഷ മൂല്യങ്ങളാണ്, ഇടതുപക്ഷ ആശയങ്ങളാണ്. ഇടതുപക്ഷ ആശയത്തിൻ്റെ ബദൽ ചിന്ത, ബദൽ മൂല്യബോധം, ബദലായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തന ശൈലി, ഇതെല്ലാമാണ് LDF-നെ ഇടതുപക്ഷമാക്കുന്നത്. ആ ഇടതുപക്ഷ ഉള്ളടക്കത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എല്ലാ കാലത്തും CPI അതിൽ പങ്കുവഹിച്ചത്. ആ പങ്ക് വഹിച്ചിട്ടുണ്ട്, നാളെയും വഹിക്കും. PMCയിലെ താങ്കളെടുത്ത സ്ട്രോങ് സ്റ്റാൻഡൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ PMC ആശാസമരം ആ സമയങ്ങളിലൊക്കെ ആദ്യഘട്ടത്തിലുണ്ടായ കാഴ്ചകൾ അതൊക്കെ ഈ തിരിച്ചടിച്ചൊരു കാര്യങ്ങൾ. അല്ല, അതൊരു കാര്യം മാത്രമല്ലല്ലോ. നിശ്ചിതമായിട്ട് കലവറ കൂടാതെ വീഴ്ചകളും ദൗർബല്യങ്ങളും LDF കൂട്ടായും ഓരോ പാർട്ടിയും പ്രത്യേകിച്ചും അതേപ്പറ്റി പഠിക്കുമെന്ന് പറയുമ്പോൾ അതെല്ലാം പെടുന്നുണ്ട്. അതിനകത്ത് PMC പെടുന്നുണ്ട്, ആശാസമരം പെടുന്നുണ്ട്, അതിനകത്ത് ADGP പ്രശ്നപ്പെടുന്നുണ്ട്. അത് തിരുത്തിയ കാര്യമാണ്. ADGPയെ ആ പദവിയിൽ നിന്ന് മാറ്റാൻ, ചുമതലയിൽ നിന്ന് മാറ്റാൻ CPI ആവശ്യപ്പെട്ടത് നടന്നിട്ടുണ്ട്. ഏറ്റവും അധികം ജലദൗർലഭ്യമുള്ള എലപ്പുള്ളിയിൽ ആ ബ്രൂവറി വന്നുകൂടാ എന്നുള്ള സ്റ്റാൻഡ് CPI എടുത്തതാണ്. ആ ബ്രൂവറി വന്നിട്ടില്ല. LDF തീരുമാനിച്ചത് കുടിവെള്ളത്തിനും കൃഷിക്കും ദോഷമാകാത്ത മട്ടിലെ അവിടെ എന്തുമാകാമെന്നായിരുന്നു. ആ നിലപാട് CPI നടത്തിയിട്ടുള്ള ഒരു നിലപാടിൻ്റെ സമരത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. എലപ്പുള്ളിയിൽ ബ്രൂവറി വന്നിട്ടില്ല, വരാനും പോകുന്നില്ല. അല്ല, ഇപ്പോൾ പാർട്ടി പരിശോധിക്കാൻ പോവുകയാണ്. മുൻവിധി ഒന്നും കൂടാതെ എല്ലാ പരാജയങ്ങളെ പറ്റിയും പാർട്ടി പഠിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുൻവിധികളില്ല. CPI ജനറൽ സെക്രട്ടറി പറഞ്ഞത് സഖാക്കൾക്ക് തുറന്നടിച്ച് പറയാം, അസാധാരണമായിട്ടുള്ള വിലയിരുത്തലാണ് എന്നാണ്. അപ്പോൾ മുന്നണിയിലല്ല, ആ പാർട്ടിയിലാണെങ്കിൽ പോലും തുറന്നടിക്കാനുള്ള സാഹചര്യം മുന്നേ ഇല്ല എന്നാണ്. CPIയിൽ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? CPIക്കകത്ത് എല്ലാ ഘടകങ്ങളിലും സഖാക്കൾക്ക് എല്ലാ അഭിപ്രായങ്ങളും എന്നും പറയാം, അത് പറഞ്ഞിട്ടുണ്ട്. CPI ബോധപൂർവം ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയാണ്. പാർട്ടിക്കുള്ളിൽ എല്ലാ ഘടകങ്ങളിലും സഖാക്കൾക്ക് ഏത് അഭിപ്രായവും പറയാം, നിർഭയം പറയാം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തൊരു ശൈലിയായിട്ട് ഞങ്ങൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ആ ശൈലി ശരിയാണ്, നല്ലതാണത്. ഡസനിലധികം മന്ത്രിമാരാണ് CPM-ൻ്റെ ഭാഗത്തുനിന്ന് തോറ്റത്. പക്ഷേ CPIയുടെ ഭാഗത്തുനിന്ന് മത്സരിച്ച് 4-3 ആൾക്കാർ ജയിച്ചു. മെച്ചപ്പെട്ട പ്രകടനം CPIയുടേതാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നുണ്ട്. ആളുകളോട് നന്നായി പെരുമാറിയതിൻ്റെ ഗുണമാണെന്നും പറയുന്നുണ്ട്. അത് ശരിയാണ്. അല്ല, അതിൽ ഈ പൊതുവെ ഉണ്ടായ വലിയൊരു പരാജയത്തിനിടയ്ക്ക് CPIയുടെ 4 മന്ത്രിമാരിൽ 3 പേരും ജയിച്ചു എന്ന കാര്യം CPI വളരെ അഭിമാനപൂർവ്വം കാണുന്നു.